when there's no more hope. Students, എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ഒരു ചാപ്റ്റർ കൂടെ ടീച്ചർ പഠിപ്പിക്കാം. നമുക്ക് എക്സാമിന് തന്നെ കുറച്ച് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ടൊക്കെ പഠിച്ചേക്കണം കേട്ടോ. നല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷിലെ 7ാമത്തെ ചാപ്റ്റർ ദ റോഡ് നോട്ട് ടേക്കൺ ആണ്. ദ റോഡ് നോട്ട് ടേക്കൺ എന്നുവെച്ചാൽ റോഡ് എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചാപ്റ്റർ 7 The road not taken. This poem deals with creative and critical thinking. എന്ന് വെച്ചാൽ ഇതൊരു ക്രിയാത്മകവും വിമർശനവുമായ ചിന്തയായി ഈ കവിതയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് ഇമേജിൻ ടുഡേ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ബർത്ത്ഡേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. However, tomorrow you have a very important exam. എന്നാൽ വെരി ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം കൂടെ ഉണ്ട്. You want to attend your friend's party. എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിന്റെ പാർട്ടികളെന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യുകയും വേണം. But your parents are required to send you. എന്ന് വെച്ചാൽ എന്താണ് പേരന്റ് എന്ന് നമ്മളെ വിടത്തുമില്ല. You are in a dilemma because you have a promise to a friend that you will surely attend the party. എന്ന് വെച്ചാൽ എന്താണ് പക്ഷെ പേരന്റ് വിടുത്തതുമില്ല. പക്ഷെ ഈ പാർട്ടി അറ്റൻഡ് ചെയ്യാമെന്ന ഫ്രണ്ടിനോട് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് on the other hand your exam is also very important. എന്താണ് മറ്റൊന്ന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ എക്സാം അറ്റൻഡ് ചെയ്യുകയും വേണം. What will you do in this situation? അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഈ പോയത്തിലൊരു ചെറിയ പോയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ പോയത്തിലൂടെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഇമാജിൻ ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഒരു എക്സാമും ഉണ്ട്, ഒരു പാർട്ടിയും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. To road diverged in a yellow wood, and sorry I could not travel both, and be one traveler alone I stood, and look down one as far as I could, to where it went in the underground. എന്താണ് to road diverged in a yellow wood, and sorry I could not travel both, and be one traveler alone I stood, and look down one as far as I could, to where it went in the underground. എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ വരെ രണ്ട് വഴികൾ വ്യതിചലിച്ചു. ക്ഷമിക്കണം എന്നാണ് എന്താണ് ക്ഷമിക്കണം, എനിക്ക് രണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു യാത്രക്കാരൻ എന്താണ് ഞാൻ വളരെ കാലം നിന്നും എനിക്ക് കഴിഞ്ഞിടത്തോളം ഒന്ന് താഴേക്ക് നോക്കും എന്നാണ് പറയുന്നത്. ആ ഒരു പാരഗ്രാഫിൽ എന്ന് വെച്ചാൽ ഒരു മഞ്ഞ മരത്തിൽ രണ്ട് വഴികൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ പോകുന്നത്. പക്ഷെ എനിക്ക് രണ്ട് യാത്ര ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഒരു യാത്രക്കാരൻ വളരെ ഞാൻ വളരെ കാലം നിന്ന് എനിക്ക് കയ്യിൽ നിന്ന് എത്രത്തോളം ഒന്ന് താഴേക്ക് നോക്കി, കയ്യിൽ നിന്ന് എത്രത്തോളം എന്താണ് താഴേക്ക് നോക്കി എന്നാണ് ആ പാരഗ്രാഫ് പറഞ്ഞത്. ഡിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഞ്ച് ഓഫ് എന്നുവെച്ചാൽ ബ്രാഞ്ച് ഓഫ് ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഈ ശിഖരങ്ങളുടെ ഒരു ഇത് അതാണ് പറഞ്ഞിരിക്കുന്നത് ഡിവറേജ്. Then took the other just as this square and having perhaps the better climb because it was placely and water there, as for that the passing there had on them really about the same. എന്താണ് പിന്നെ മറ്റൊരു നയമായി ഇതിൻ്റെ ഒരു പക്ഷേ എന്താണ് കൂടുതൽ നല്ല അവകാശവാദം ഉണ്ടായിരുന്നു. കാരണം എന്താണ് ബിക്കോസ് എന്താണ് അത് പുല്ല് നിറഞ്ഞതും ധരിക്കാൻ ആഗ്രഹിച്ചതുമാണ്. എന്നാലും
way lead on to way. I doubt if I should ever come back. റൗണ്ട് എന്ന് പറയുന്നത് ചവിട്ടി എന്നിട്ട് ചവിട്ടി നടന്ന് നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് both that morning equally എന്താണ് equally I leave no step at trodden black. എന്താണ് I get the first for another day that knowing how way lead on to way. I doubted if I should ever come back. എന്ന് പറയുന്നത് ആ പ്രഭാതം രണ്ടും ഒരുപോലെ ഇലകൾ എന്താണ് കടന്നിരുന്നു. ഇലകൾ കടന്നിരുന്നു. ഒരു ചുവട് കറുത്ത ചുവടായിട്ടില്ല. എന്താണ് ഞാനത് ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് എന്താണ് ആദ്യത്തെ മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു. മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു. എന്നിട്ടും എന്താണ് ആ വഴി എങ്ങനെ വഴിയിലേക്ക് നടക്കുന്നു എന്നതിനെപ്പോഴാണ് എന്താണ് ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്ന് സംശയിച്ചത്. എപ്പോഴും ബാക്കിലോട്ട് വരാൻ സംശയിക്കുന്നു വെച്ചാൽ അനുഭവം എന്താണ് ഇയർലി മോർണിംഗ് ഇയർലി എന്ന് വെച്ചാൽ ആ പ്രഭാതം രണ്ടും ഒരുപോലെ ഇലകളിൽ കടന്നു. ആ ഒരു ചുവട് എന്താണ് കറുത്ത ചൂടായിട്ടല്ല. പക്ഷെ എന്താണ് ഞാൻ എന്താണ് ആദ്യത്തത് മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചിരുന്നു. മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചു. എന്നിട്ട് ആ വഴി എങ്ങനെ വഴിയിലേക്ക് നയിക്കുന്നു എന്നതായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും തിരിച്ചു വരണം എന്ന് സംശയിച്ചു. അതാണ് ആ പരമാവധി പറഞ്ഞത്. I should be telling this with this saying somewhere ages and ages hence two roads diverged in a wood and I took the one less traveled way and that has made all the difference. അതാണ് കാലങ്ങളായി എവിടെയോ ഒരു നെടുവേർപ്പോട് ഞാൻ ഇത് പറയുന്നുണ്ട്. രണ്ട് റോഡുകളിൽ ഒരു മരത്തിൽ വ്യതിചലിച്ച് ഞാൻ കുറച്ച് യാത്ര ചെയ്തു എന്ന് ഞാൻ എടുത്തെന്താണ് അത് എല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാം ഡിഫറെൻറ്റ് മാറ്റങ്ങൾ അതിൽ വരുത്തി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കാലങ്ങളായി എവിടേക്കോ ഒരു നെടുവേർപ്പെട്ട ഒരു ഞാൻ എന്താണ് അദ്ദേഹം ഇത് പറയും. പക്ഷെ രണ്ട് റോഡുകൾ ഒരു മരത്തിൽ വ്യതിചലിച്ചതും ഞാൻ കുറച്ച് യാത്ര ചെയ്തതും ഒന്ന് ഞാൻ എടുത്തെന്നാണ് മറ്റെല്ലാ മാറ്റങ്ങളും വരുത്തി എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ആ ഒരു എന്താണ് രണ്ട് റോഡുകളല്ല അതിനെ കുറിച്ചാണ് രണ്ട് റോഡുകളിൽ കവിത എഴുതുമ്പോൾ അതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. മനസ്സിലായ എന്താണ് road divided in a yellow wood and sorry I could not travel both and we won't travel long I stood. I took down Anna's forest wood to where it went in the undergrowth, then took the other as just as fire and having perhaps the better climb because it was lazy and wandered where through us for that the passing there had warned them really about the same and both that morning equally lay leaves no step had trodden black. I kept the first for another day and knowing how well it went to way I doubted if I should ever come back. I shall be telling this with a sing somewhere ages and ages hence two roads diverged in a wood and I took the one less traveled by and that has made all the difference. അപ്പോൾ ഈ പോയെന്നാണ് പറയുന്നത് എന്താണ് രണ്ട് റോഡുകൾ രണ്ട് റോഡിലെ ഡിഫറൻസിൻ്റെ ഉള്ള വഴികളിലുണ്ടായിരുന്നു വെച്ചാൽ ആ ഒരു മഞ്ഞ മരത്തിൽ എന്താണ് രണ്ട് വഴികൾ വ്യതിചലിച്ച് ക്ഷമിക്കണം എന്നാണ് ആ യാത്രയിൽ എനിക്ക് അധികം യാത്ര ചെയ്യാം. എനിക്ക് രണ്ട് യാത്രകൾ ചെയ്യാൻ കഴിയുന്നില്ല. രണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു യാത്രക്കാരൻ വളരെ കാലം എന്താണ് ഒന്ന് എനിക്ക് കഴിയുന്നിടത്തോളം ഒന്ന് താഴേക്ക് നോക്കിയാൽ. പക്ഷെ പിന്നെ മറ്റൊന്ന് നയിച്ചത് എന്താണ് ഒരു പക്ഷേ കൂടുതൽ നല്ല അവകാശവാദം ഉണ്ടായിരിക്കുന്നതും പിന്നെ കാരണം അത് പുല്ല് നിറഞ്ഞത് വെച്ചാൽ ഒരു ഭാഗത്ത് തന്നെ പുല്ലും നിറഞ്ഞത് ധരിക്കാൻ ആഗ്രഹിച്ചതും ഒക്കെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വളരെ ശരിക്കും എന്താണ് ധരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ പ്രഭാതം രണ്ടും ഒരുപോലെ ഇലകളിൽ കടന്നു ഒരു ചൂടും പിന്നെ കറുത്ത ചൂടായിട്ടല്ല. എന്നാലും ഞാൻ ആദ്യത്തത് എന്താണ് മറ്റൊരു ദിവസത്തേക്ക് സൂക്ഷിച്ചായിരുന്നു. എന്നിട്ടും വഴി എങ്ങനെ വഴിയിലേക്ക് നയിക്കും എന്നിരുന്നപ്പോൾ എന്താണ് എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം സംശയിച്ചത്. കാലങ്ങളായി എവിടെയൊക്കെയോ എന്താണ് ഒരു നെടുവേർപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇത് പറയണം അല്ലെങ്കിൽ ഈ രണ്ട് റോഡുകൾ ഒരു മരത്തിൽ വെച്ച് എന്നുള്ള
ഈ കവിതയിലെ എക്സാമിനകത്ത് എന്താണ് ഈ 10 ആ പോയത്തിലെ 10 ലൈൻസ് ചോദിക്കും കേട്ടോ. 10 ലൈൻസ് എക്സാമിന് ചോദിച്ചിരിക്കും. ആദ്യത്തെ 10 ലൈൻസ് എന്ന് വെച്ചാൽ ആദ്യത്തെ 5ഉം രണ്ടാമത്തെ പാരഗ്രാഫിലെ 5ഉം ആ 10 ലൈൻസ് പഠിച്ചിരിക്കണം. അതിന്റെ അർത്ഥങ്ങളും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്താണ് ലിവറേജ് എന്ന് വെച്ചാൽ ബ്രാഞ്ചസ് ഓഫ് എന്ന് വെച്ചാൽ അണ്ടർഗ്രോത്ത് എന്താ ഗ്രോത്ത് ഓഫ് സർ ആൻഡ് അതർ പ്ലാന്റ്സ് എസ്പെഷ്യലി അണ്ടർ ട്രീസ് ഇൻ ഫുഡ് ലാൻഡ്. മറ്റെന്താണ് പ്രോട്ടൺ എന്താണെന്ന് വെച്ചാൽ ചവിട്ടി എന്ന് വെച്ചാൽ നടക്കുക, ചവിട്ടുപാത എന്ന് പറയുന്നത് വാക്കിംഗ് നടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായോ? ഇതിലേക്ക് തരാം റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പം റോബർട്ട് ഫ്രോസ്റ്റിന്റെ എന്താണ് ഒരു ഓതർ എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം ജനിച്ചത് 1874 ജനിച്ചു. 1963 മരിക്കുന്നത്. എവിടെയാണ്? ഇവിടെ അമേരിക്കൻ പോയറ്റുകാരനാണ് എന്താണ് റോബർട്ട് ഫ്രോസ്റ്റ് വന്നത്. മോസ്റ്റ്ലി റോഡ് ന്യൂ ഇംഗ്ലണ്ട് എന്ന് വെച്ചാൽ റൂറൽ ലൈഫ് ന്യൂ ഇംഗ്ലണ്ടിലാണ് എന്താണ് റോഡ് ഒരുപാട് കഥകൾ എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ് അതിൽ പ്രൈസസ് എന്ന് വെച്ചാൽ ഫോറസ്റ്റസ് റിസീവ്ഡ് ഫോർ പ്രൈസ് ഫോർ ഈ പോയത്തിൽ ഒത്തിരി പ്രൈസസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ട്. ദിസ് ഫസ്റ്റ് പോയം വാസ് മൈ ബട്ടർഫ്ലൈ ആൻഡ് ഇംഗ്ലീഷ് സം ഓഫ് ഫേമസ് പോയം. എന്താണ് ഫേമസ് പോയം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? The road not taken, stopping by wood on a snow evening, fire and ice and a great walking എന്ന് വെച്ചാണ് മെയിൻ അദ്ദേഹത്തിന്റെ വളരെ അധികമുള്ള ഫേമസ് പോയിന്റ്സ് ആണ് ഇതൊക്കെ. അതിൽ ഒന്നാമതാണ് റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത്. മനസ്സിലായപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഇതിന്റെ നോട്ട്സ് എന്ന് വെച്ചാൽ ഫസ്റ്റില് എന്താണ് റീഡിങ് കമ്പാരിസേഷൻ നോക്കിയ ഈ എക്സസൈസിൽ 3 എണ്ണമാണ്. നോട്ട് ടീച്ചർ അയച്ചു തരും, ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് വേർ ഇസ് ദ പോയറ്റ് സ്റ്റാൻഡിങ്? എന്താണ് ഇൻ എ സിറ്റി ഓൺ എ ഹിൽ ഇൻ എ ഫോറസ്റ്റ്. അപ്പൊ ഏതാണ്? ഇൻ എ ഫോറസ്റ്റ് ആണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റിന്റെ ആൻസർ. സെക്കൻഡ് എന്താണ് വിച്ച് റോഡ് ഡസ് ദ പോയറ്റ് ചൂസ്? എന്താണ് ഫസ്റ്റ് റോഡ് ഇൻ ദ ഫോറസ്റ്റ്, സെക്കൻഡ് റോഡ് ഇൻ ദ ഫോറസ്റ്റ്, റോഡ് ഇൻ ദ സിറ്റി. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? സെക്കൻഡ് റോഡ് ഇൻ ദ ഫോറസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ദ പോയറ്റ്സ് ഡബിൾഫുൾ കം ബാക്ക് ഓൺ ദ സെയിം റോഡ് ഈസ് ഡിസിഷൻ ടു ട്രാവൽ ദ റോഡ് ദാറ്റ് ഹി ചൂസസ്. എന്താണ് കം ബാക്ക് ഓൺ ദ സെയിം റോഡാണ് എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഇതിന്റെ ടീച്ചർ നോട്ട് ടീച്ചർ അയച്ചു. അതുപോലെ ആൻസറിന്റെ ഫോളോയിങ്ങില് 4 ക്വസ്റ്റ്യനെ ടീച്ചർ പഠിപ്പിക്കത്തുള്ളൂ. 4 ക്വസ്റ്റ്യനെ അയച്ചു തരത്തുള്ളൂ. അത് മാത്രം പഠിച്ചാൽ മതി. 2 ക്വസ്റ്റ്യൻ ഇല്ല, 4 ക്വസ്റ്റ്യനെ എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പം ഈ ഇപ്പം പറഞ്ഞ റീഡിങ് കമ്പാരിസേഷനും പിന്നെ എന്താണ് ആൻസർ ദ ഫോളോയിങ് 4 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. പിന്നെ ആ പോയത്തിലെ 10 ലൈൻസ് ചോദിക്കാം. ഇതാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ നമ്മൾ APJ അബ്ദുൽ കലാം സാറിന്റെ ഏതാണ് പഠിച്ചത്? അപ്പോൾ പഠിച്ചതിൽ അതിന്റെ ക്വസ്റ്റ്യൻസും ടീച്ചറാക്കുന്ന ട്രൂ ഓഫ് ഫാൾസും പിന്നെ എന്താണ് അർത്ഥം നല്ലതുപോലെ പഠിക്കുക. ഇതാണ് ഈ ഇംഗ്ലീഷിലെ ചാപ്റ്ററിൽ ചോദിക്കത്തുള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം. മനസ്സിലായോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക. നമുക്ക് എക്സാമിന് സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പോയത്തിൽ 10 ലൈൻസ് ചോദിക്കും. പിന്നെ അതിൻ്റെ റീഡിങ് കമ്പാരിസേഷനും ആൻസറിന്റെ ഫോളോയിങ് 4 എണ്ണേ ചോദിക്കത്തുള്ളൂ. ഇപ്പം പഠിപ്പിച്ച പോയത്തിലായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോട്ട് ടീച്ചർ അയച്ചു തരും. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കും. എന്നിട്ട് ഏതാണ് ചാപ്റ്റർ 4 ഏതാണ് APJ അബ്ദുൽ കലാം സാറിന്റെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസറും ട്രൂ ഓഫ് ഫാൾസും പിന്നെ അതിന്റെ എന്താണ് അർത്ഥവും മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. Good morning students. എല്ലാവർക്കും സുഖമാണോ? നമ്മളിനി എക്സാമിന് അധികം സമയമൊക്കെ ഇല്ലല്ലോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് GK ആണ്. GKയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. എന്ന് വെച്ചാൽ നമുക്ക് അഭിമാനിക്കുന്ന ഇന്ത്യക്കാരെ കുറിച്ച് എന്ന് വെച്ചാൽ കുറച്ച് ഇന്ത്യൻ ബുക്സ് എഴുതി, കുറച്ച് ഫേമസ് ഇന്ത്യൻ ബുക്സ് തറോട്ട് എന്ന് വെച്ചാൽ ബുക്സ് എഴുതിയവരുടെ അതിൻ്റെ കുറച്ച് അതാണ് നമ്മൾ വായിച്ചത് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് ചാപ്റ്റർ എല്ലാവരും എടുത്തോ GKനെ ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടിട്ട് പഠിക്കണം വൃത്തിയായിട്ട് കേട്ടോ. എന്താണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ? ഫസ്റ്റ് നോക്കിയ സരോജിനി നായിഡു ഏത് റോഡ് ബുക്ക് എഴുതിയിരിക്കുന്നത്? ബുക്ക് എഴുതിയതാണ് ദ ബ്രോക്കൺ വിങ്സ്. എന്താണ് ദ ബ്രോക്കൺ വിങ്സ്?
എന്താണ് the broken wings. സെക്കൻഡ് എന്താണ് MK ഗാന്ധി, നമ്മുടെ ഗാന്ധിജി MK ഗാന്ധിജി ഏതാണ് എഴുതിയിരിക്കുന്നത് the story of my experience with the truth. എന്താണ് the story of my experience with the truth. MK ഗാന്ധി MK ഗാന്ധിജി ഗാന്ധിജിയുടെയാണ് MK ഗാന്ധി എന്താണ് ഏത് ബുക്കാണ് എഴുതിയിരിക്കുന്നത് the story of my experience with the truth. ഗാന്ധി എഴുതിയ എക്സ്പീരിയൻസ് ആണ് എഴുതിയത്. തേർഡ് ആരാ സുനിൽ ഗോവസ്കർ. എന്താണ് ഗോവസ്കർ എന്താണ് സുനിൽ ഗോവസ്കർ ഏതാണ് എഴുതിയിരിക്കുന്നത് സണ്ണി ഡേയ്സ്. എന്താണ് സണ്ണി ഡേയ്സ് അതാണ് സണ്ണി ഡേയ്സ്. ഇത്ര നോട്ട് അയച്ചു തരുന്നതായിരിക്കും കറക്റ്റ്. ജസ്റ്റ് നോട്ട്ബുക്ക് ഒന്ന് ടീച്ചർ എഴുതുമ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് എഴുതുക. എന്താണ് സുനിൽ ഗോവസ്കർ എന്താണ് സണ്ണി ഡേയ്സ്. അടുത്ത ഫോർത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഏതാണ് എഴുതിയിരിക്കുന്നത് അതാണ് വിങ്സ് ഓഫ് ഫയർ. എന്താണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏതാണ് വിങ്സ് ഓഫ് ഫയർ. വിങ്സ് ഓഫ് ഫയർ. അടുത്ത ആരാണ് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ഏതാണ് ഗീതാഞ്ജലി. ഏതാണ് രവീന്ദ്രനാഥ ഗീതാഞ്ജലി. രവീന്ദ്രനാഥ ടാഗോർ. മനസ്സിലായോ? എന്താണ് ഫസ്റ്റ് ആരാണ് സുരാജിനി സുരനാടു സ്വരാജിനി നായിഡു ആരുടെയാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് the broken wings. സെക്കൻഡ് MK ഗാന്ധി. ഗാന്ധിജി ഏതാണ് എന്താണ് സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ദ ട്രൂത്ത്. സുനിൽ ഗോവസ്കർ ഏതാണ് സണ്ണി ഡേയ്സ്. 4 ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഏതാണ് വിങ്സ് ഓഫ് ഫയർ. പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ ഏതാണ് ഗീതാഞ്ജലി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മള് അപ്പൊ GK 2 ചാപ്റ്ററാണ്. ഏതൊക്കെയാണ് ഫസ്റ്റ് ഏതാണ് ഫുൾ ഫോംസ് നമ്മൾ പഠിച്ച് അനലൈസ് ഫുൾ ഫോം ആണ്. ഫുള്ള് ചാപ്റ്റർ എല്ലാം പഠിച്ച് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് അനലൈസിലെ ഫുൾ ഫോംസുകൾ എല്ലാം നോക്കി പഠിച്ചു വെക്കുക. പിന്നെ അതാണ് ഈ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഈ ചാപ്റ്റർ നല്ലോണം പഠിച്ചു വെക്കുക. ഈ നോട്ട് ടീച്ചർ നല്ല വൃത്തിയായിട്ട് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും അത് പഠിച്ച് വൃത്തിയായിട്ടിരിക്കണം. അങ്ങനെ എക്സാം തന്നെ സമയമൊന്നുമില്ല. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കത്തില്ലേ ഇതെല്ലാം നല്ലോണം പഠിച്ച് വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ താങ്ക് യു. Deep in the shadow. Good morning dear students. Good morning. How are you? Are you fine? Okay, അപ്പോൾ നമുക്ക് മലയാളം പഠിക്കാം. മലയാളത്തിൽ നമ്മൾ ഏത് പാഠമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? പാഠം 14 പ്രഭാതഗീതം അല്ലേ? വെള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു നല്ലൊരു കവിതയായിരുന്നു പ്രഭാതഗീതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അർത്ഥം പഠിച്ചു. അതായത് എന്തായിരുന്നു പ്രഭാതത്തെ കുറിച്ചുള്ള പാട്ട്, പ്രഭാത വർണ്ണന അല്ലേ? രാത്രി പോയി നേരം പുലരാൻ പോകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വർണ്ണനയാണ് നമ്മൾ ആ കവിതയിലൂടെ കണ്ടത്. എന്താണ് രാത്രി പോയി മറയുന്നു അല്ലേ? അവിടേക്ക് നേരം പുലരാൻ തുടങ്ങുന്നു എന്ന് നമ്മുടെ ആരാണ് സമുദ്രങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. രാത്രി എത്രത്തോളം പോയി, നേരം എത്രത്തോളം പുലരാൻ പോകുന്നു എന്ന്. അതിനുശേഷം നേരം പുലരാറായി എന്ന് നമ്മുടെ ഇല്ലേ കുക്കുടങ്ങൾ കോഴികൾ വിളിച്ചറിയിക്കുന്നു. പിന്നെന്തായിരുന്നു അതുപോലെ എന്ത് ചെയ്യുന്നു നമ്മൾ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ ഉഷസ് സൂര്യനാകുന്ന കൈവിളക്കും വേണ്ടി അതായത് നേരം പുലർന്ന് തുടങ്ങി. പിന്നെന്താണ് ഇന്നലെ നമ്മുടെ രാത്രിയിൽ നമ്മുടെ ആകാശത്ത് കാണുന്ന അല്ലേ നക്ഷത്രങ്ങളാകുന്ന ആ പൂക്കളെയും അതുപോലെ തന്നെ ചന്ദ്രനെയും വാർത്തിങ്കലിനെയൊക്കെ തൂത്തുവാരി അടിച്ചുവാരി കളഞ്ഞ് ഒരു വേലക്കാരിയെ പോലെ നമ്മുടെ കാറ്റും അല്ലേ നേരം പുലർന്ന് വരുന്നു. അപ്പൊ നമ്മുടെ പ്രഭാത വർണ്ണനയായിരുന്നു നമ്മുടെ ഈ പ്രഭാത ഗീതം എന്ന കവിതയിലൂടെ നമ്മൾ കണ്ടത്, പ്രഭാതത്തെ കുറിച്ചുള്ള പാട്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ പഠന പ്രവർത്തനങ്ങൾ പഠിച്ചു അല്ലേ? പകരം നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു. ഇന്ന് നമുക്ക് ആദ്യം നോക്കിക്കേ പിരിച്ചെഴുതുക. കണ്ടോ? പിരിച്ചെഴുതുക തൊട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക്
വാക്കുണ്ടോ? പാത്തറിയുന്ന. പാത്തറിയുന്ന നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? പാത്തറിയുന്ന നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്. പാത്ത് അധികം അറിയുന്ന അല്ലേ? പാത്ത് അധികം അറിയുന്ന, പാത്തറിയുന്ന. എങ്ങനെ എഴുതാം നമുക്ക്? പാത്ത് അധികം അറിയുന്ന. അടുത്ത വാക്ക് നോക്കിക്കേ, കണ്ടോ? എന്താ? ചെന്തലപ്പാവ്. എങ്ങനെ നമ്മൾ പിരിച്ചെഴുതും? ചെന്തലപ്പാവ്. എങ്ങനെ എഴുതാം നമുക്ക്? ചെം അധികം തലപ്പാവ്. ചെം അധികം തലപ്പാവ്. അടുത്ത വാക്ക് നോക്കിക്കേ, വിളക്കേന്തി. എന്താണ്? വിളക്കേന്തി. നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? വിളക്ക് അധികം ഏന്തി. വിളക്കേന്തി, വിളക്ക് അധികം ഏന്തി. അടുത്ത വാക്ക് കണ്ടോ? വെള്ളിക്കിണ്ണം. എങ്ങനെ പിരിച്ചെഴുതാം? വെള്ളിക്കിണ്ണം. വെള്ളി അധികം കിണ്ണം. ഇപ്പൊ നമ്മള് പിരിച്ചെഴുതാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വാക്ക് ഏതായിരുന്നു? പാത്തറിയുന്ന. പാത്ത് അധികം അറിയുന്ന. അടുത്ത വാക്ക് ചെന്തലപ്പാവ്. എങ്ങനെ പിരിച്ചെഴുതി? ചെം അധികം തലപ്പാവ്. അടുത്ത വാക്ക് വിളക്കേന്തി. നമ്മൾ എങ്ങനെ പിരിച്ചെഴുതി? വിളക്ക് അധികം ഏന്തി. അടുത്ത വാക്ക് വെള്ളിക്കിണ്ണം. എങ്ങനെ പിരിച്ചെഴുതി? വെള്ളി അധികം കിണ്ണം. മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ. അടുത്ത എന്താ തന്നേക്കുന്നത്? നമുക്ക് ചേർത്തെഴുതുക. എന്താണ്? ചേർത്തെഴുതുക. നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കിയാലോ. ആദ്യത്തെ വാക്ക് കണ്ടോ? ഏന്തി അധികം എത്തി. നമ്മൾ എങ്ങനെ ചേർത്തെഴുതും? എങ്ങനെ ചേർത്തെഴുതാം നമുക്ക്? ഏന്തി അധികം എത്തി. നിങ്ങൾ പറഞ്ഞ ടീച്ചർ എങ്ങനെ എഴുതാം? ഏന്തി എത്തി. എഴുതിക്കൂടെ നമുക്ക്? ഏന്തി എത്തി. അങ്ങനെ എഴുതിക്കൂടെ? അടുത്ത വാക്ക് നോക്കിക്കേ, മേൽ അധികം മേൽ. എങ്ങനെ എഴുതാം? മേൽ അധികം മേൽ. എങ്ങനെ എഴുതാം? മേൽ മേൽ. മേൽ മേൽ. മേൽ അധികം മേൽ. നമ്മൾ എങ്ങനെ ചേർത്തെഴുതി? മേൽ മേൽ. അടുത്ത വാക്ക് ചെം അധികം തല. നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ ചേർത്തെഴുതാം? ടീച്ചർ പറഞ്ഞു തന്നെ. ചെം അധികം തല. എങ്ങനെ എഴുതാം നമുക്ക്? ചെന്തല. ചെന്തല. കണ്ടോ? അപ്പം നമ്മൾ ആദ്യം ഏത് വാക്കായിരുന്നു? ഏന്തി അധികം എത്തി. എങ്ങനെ ചേർത്തെഴുതി? ഏന്തി എത്തി. അടുത്ത വാക്ക് മേൽ അധികം മേൽ. നമ്മൾ എങ്ങനെ ചേർത്തെഴുതി? മേൽ മേൽ. അടുത്ത വാക്ക് ചെം അധികം തല. എങ്ങനെ ചേർത്തെഴുതി? ചെന്തല. ഓക്കെ. ഇനി നമുക്ക് എന്താ തന്നേക്കുന്നത് നോക്കിയേ. പര്യായപദം എഴുതുക. അതിൽ ആദ്യത്തെ വാക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലേ? കൃഷ്ണപരന്തം എന്ന് പറഞ്ഞ പാഠത്തിലാണോ നമ്മൾ പഠിച്ചത്? പക്ഷി. പക്ഷിക്ക് നമ്മൾ പര്യായപദം പഠിച്ചായിരുന്നല്ലോ. ടീച്ചറിന് പറഞ്ഞു തന്നേ. പക്ഷിയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാ? പറഞ്ഞു തന്നേ. ഏതൊക്കെയാ? ഖഗം. പിന്നെ ഏതുണ്ട്? നിങ്ങൾ പറഞ്ഞു തന്നെ. പതംഗം. ഒന്നുകൂടെ പറഞ്ഞേ. നമ്മൾ പഠിച്ചതാ. ഏതാണ്? വിഹംഗം. കണ്ടോ? ഈ പര്യായപദങ്ങൾ നമ്മൾ പഠിച്ചല്ലേ പക്ഷിയുടെ? ഏതൊക്കെയാണ്? പക്ഷിക്ക് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ പറയാം? ഖഗം, പതംഗം, വിഹംഗം. കണ്ടോ? അടുത്ത വള. വളയും നമ്മൾ പഠിച്ചതാ അല്ലേ? വളയുടെ പര്യായപദങ്ങൾ പറഞ്ഞില്ലേ ടീച്ചറിനെ? കങ്കണം. വേറെ ഏതുണ്ട്? കടകം. പിന്നെ കങ്കണം, കടകം, വലയം. ഈ രണ്ട് പര്യായപദങ്ങളും നമ്മൾ ഓരോരോ പാഠങ്ങളിൽ പഠിച്ചതായിരുന്നു. അപ്പൊ പക്ഷിക്ക് നമ്മൾ ഖഗം, പതംഗം, വിഹംഗം, വള, കങ്കണം, കടകം, വലയം. അടുത്ത വാക്ക് നോക്കിക്കേ. നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളുടെ പര്യായപദങ്ങൾ പറഞ്ഞേ. താരം. പിന്നെ പറയാം നമുക്ക് താരകം. പിന്നെ ഉടു. താരം, താരകം, ഉടു. ഇനി അടുത്ത ഏത് വാക്കാ നോക്കിക്കേ. മാളിക. മാളികയ്ക്ക് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ പറയാം നോക്കിക്കേ. മാളിക.
ഹർമ്മ്യം. മാളികയ്ക്ക് നമുക്ക് എന്തൊക്കെ പറയാം? ഹർമ്മ്യം, ഹർമ്മ്യം. പിന്നെ ഏതുണ്ട് നോക്കിക്കേ? മേട. ഏതുണ്ട്? മേട. പിന്നെ ഒന്നാമതുള്ളത് സൗദം. അപ്പൊ ഏതൊക്കെ പറയാം? ഹർമ്മ്യം, മേട, സൗദം. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പര്യായപദം എഴുതുക. ആദ്യത്തെ വാക്ക് ഏതായിരുന്നു? പക്ഷി. പക്ഷിക്ക് നമ്മൾ എന്തൊക്കെ പര്യായപദം പറഞ്ഞു? ഗഗം, പതംഗം, വിഹംഗം. അടുത്തതോ വള. എന്തൊക്കെയാ പര്യായപദങ്ങൾ? വളയുടെ പര്യായപദങ്ങൾ പറഞ്ഞേ? കങ്കണം, കടകം, വലയം. അടുത്ത വാക്ക് ഏതായിരുന്നു? പറഞ്ഞേ. ഏതാണ്? നക്ഷത്രങ്ങൾ അല്ലേ? നക്ഷത്രങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ പര്യായപദങ്ങൾ പറയാം? താരകം, താരം, ഉടു. അത് കഴിഞ്ഞിട്ട് ഏതാണെന്ന് പറഞ്ഞ മാളിക. മാളികയുടെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ്? ഹർമ്മ്യം, മേട, സൗദം. മനസ്സിലായോ നിങ്ങൾക്ക്? എഴുതിയെടുത്തോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത എന്താ തന്നേക്കുന്ന? ചേരുംപടി ചേർത്ത് എഴുതുക. അപ്പൊ നമുക്ക് അത് നോക്കിയാലോ? കണ്ടോ? ആദ്യത്തെ വാക്ക് നോക്കിക്കേ. അന്തിമയാമത്തെ ഘോഷിച്ചു എന്ന് നമുക്ക് ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ആയിട്ട് എത്ര വാക്കുകൾ വന്നിട്ടുണ്ട്? 5 ഇല്ലേ? 5 വാക്കുകൾ തന്നിട്ടുണ്ട്. 2 വശത്തും 5 വീതം വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇടതുവശത്ത് ചേർന്ന വാക്കിന് ചേർന്നത് നമ്മൾ വലതുവശത്ത് നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ. അന്തിമയാമത്തെ ഘോഷിച്ചു. നമ്മുടെ കവിതയിലുള്ള വാക്കുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഈ അന്തിമയാമത്തെ ഘോഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ചേരുന്നത് വലതുവശത്ത് ഏതാ? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്. അന്തിമയാമത്തെ ഘോഷിച്ചു എന്താണ്? കല്ലോലമാലി. അപ്പൊ ആദ്യത്തെ അന്തിമയാമത്തെ ഘോഷിച്ചു എന്ന് പറയുന്നതിന് നേരെ നമ്മൾ എന്ത് എഴുതണം? കല്ലോലമാലി. എന്തെഴുതണം? കല്ലോലമാലി. അന്തിമയാമത്തെ ഘോഷിച്ചു അത് എഴുതി. അതിന് നേരെ നമ്മൾ എന്ത് എഴുതണം? ഈ കല്ലോലമാലി എഴുതുക. അടുത്ത വാക്ക് നോക്കുകയെ. ഉച്ചത്തിൽ കൂകിന. ഉച്ചത്തിൽ ആരാ കൂകിയത്? ആരായിരുന്നു? അല്ലേ? കോഴികൾ. കോഴിക്ക് നമ്മൾ എന്തോ പറയുന്നത്? കുക്കുടങ്ങൾ. അപ്പം ഉച്ചത്തിൽ കൂകിനാറിന്റെ നേരെ നമ്മൾ എന്ത് എഴുതുക? കുക്കുടങ്ങൾ. ടെക്സ്റ്റിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ മതി. അല്ലാതെ നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ നേരെ തന്നെ എഴുതുക. കുക്കുടങ്ങൾ. അടുത്ത വാക്ക് കണ്ടോ? ശുക്രനാം കൈവിളക്കേന്തി എത്തി. ആരായിരുന്നു ശുക്രനാകുന്ന കൈവിളക്കിനെ കൊണ്ടുവന്നത്? ആരായിരുന്നു? നമ്മുടെ ഉഷസ്. ആരാ കൊണ്ടുവന്നത്? ഉഷസ്. അപ്പൊ ശുക്രനാം കൈവിളക്കേന്തി എത്തി എന്ന് എഴുതി ഇല്ലേ? അതിന്റെ നേരെ ആരെഴുതണം? നമ്മള് ഉഷസ് എന്ന് എഴുതുക. ഓക്കെ. അടുത്ത വാക്ക് കണ്ടോ? കസ്തൂരി ചാറാക്കി. നമ്മൾ പറഞ്ഞില്ലേ എന്തിനെയോ കസ്തൂരി ചാറാക്കി എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അത് കസ്തൂരി ചാറാക്കി? വാർത്തിങ്കൾ. അപ്പൊ കസ്തൂരി ചാറാക്കി അതിന്റെ നേരെ നമ്മൾ എന്ത് എഴുതണം? വാർത്തിങ്കൾ. അടുത്ത വാക്ക് ഏതാ? ആ വേലക്കാരിതൻ. ആ വേലക്കാരിതൻ എന്തുപോലെ എന്നാ നമ്മൾ പറഞ്ഞത്? നിശ്വാസം പോലവേ. അപ്പൊ ആ വേലക്കാരിതൻ എന്ന് എഴുതി അതിന്റെ നേരെ നമ്മൾ എന്ത് എഴുതുക? നിശ്വാസം പോലവേ. നിശ്വാസം പോലവേ. ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ അന്തിമയാമത്തെ ഘോഷിച്ചു. അതിന്റെ നേരെ നമുക്ക് എന്ത് പറയാം? കല്ലോലമാലി. അടുത്ത വാക്ക് ഉച്ചത്തിൽ കൂകിന. ആരാണ്? കുക്കുടങ്ങൾ. പിന്നെ ശുക്രനാം കൈവിളക്കേന്തി എത്തി. ആരാ? ഉഷസ്. പിന്നെന്താ? കസ്തൂരി ചാറാക്കി. എന്തിനാ? വാർത്തിങ്കൾ. പിന്നെന്താ? വേലക്കാരിതൻ നിശ്വാസം പോലവേ. അപ്പൊ ചേരുംപടി ചേർത്ത് എഴുതുന്ന മനസ്സിലായല്ലോ. ഇനി അടുത്ത കിടക്കുന്ന കണ്ടോ? എതിർലിംഗം എഴുതുക അല്ലേ? എന്ത് പറയാം നമുക്ക്? ആദ്യത്തെ വാക്ക് ഏതാ? കണ്ടോ? വേലക്കാരി. വേലക്കാരിയുടെ എതിർലിംഗം എന്തുവാ? വേലക്കാരൻ അല്ലേ? വേലക്കാരി, വേലക്കാരൻ. ഇനി അടുത്ത വാക്ക് നോക്കിക്കേ. അവൾ. അവൾ. നമുക്ക് എന്താണ് അതിന്റെ എതിർലിംഗം? എന്താ? അവൻ. ആദ്യത്തെ വാക്ക് വേലക്കാരി, വേലക്കാരൻ, അവൾ, അവൻ. എതിർലിംഗം എഴുതുന്ന മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത കിടക്കുന്നുണ്ടോ? നാനാർത്ഥം എഴുതുക അല്ലേ? പല പല അർത്ഥങ്ങൾ നമുക്ക് പറയാം. നാനാർത്ഥം. അതിൽ ആദ്യത്തെ വാക്ക് അമ്പരം. അമ്പരത്തിന് നമുക്ക് 2 അർത്ഥങ്ങൾ പറയാം. എന്തൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞു തന്നെ. അമ്പരം. അമ്പരത്തിന് നമുക്ക് എന്തൊക്കെ അർത്ഥങ്ങൾ പറയാം? അമ്പരം എന്ന് വെച്ചാല് നമുക്ക് എന്തൊക്കെ അർത്ഥങ്ങൾ പറയാം? എന്ത് പറയാം? ആകാശം അല്ലേ? നമ്മൾ പര്യായപദം പഠിക്കുമ്പോൾ ആകാശത്തിന്റെ മറ്റൊരു അല്ലേ അർത്ഥം നമ്മൾ പഠിക്കാറുണ്ട്. എന്ത്? അമ്പരം. ഇനി ഒരർത്ഥവും കൂടെ ഈ അമ്പലത്തിന് നമുക്ക്
പറയാം. എന്തുവാന്നറിയാമോ? വസ്ത്രം. ഇതാണ് വസ്ത്രം. ആകാശത്തിനും നമ്മൾ അമ്പലം എന്ന് പറയും, വസ്ത്രത്തിനും നമ്മൾ അമ്പലം എന്ന് പറയും. അപ്പൊ നാനാർത്ഥം പറയുമ്പോ അമ്പലത്തിന് നമുക്ക് എന്തൊക്കെ എഴുതാം? ആകാശം എന്നും എഴുതാം, വസ്ത്രം എന്നും എഴുതാം. ഓക്കെ, അടുത്ത വാക്ക് എന്താ? തിങ്കൾ. തിങ്കൾ. തിങ്കളിന് നമുക്ക് എന്തൊക്കെ പറയാം? രണ്ടർത്ഥങ്ങൾ പറയാം അല്ലേ? എന്ത് പറയാം നമുക്ക് തിങ്കളിന്? ആദ്യം ചന്ദ്രൻ. ചന്ദ്രന് നമ്മൾ എന്തെന്ന് പറയും? തിങ്കൾ എന്ന് പറയും. ഇനി അല്ലാതെ തിങ്കൾ എന്താണ് നമ്മൾ പറയുന്നത്? ആഴ്ചയിലെ ഒരു ദിവസം അല്ലേ? തിങ്കളാഴ്ച നമ്മൾ പറയാറുണ്ട്. എന്താണ്? ആഴ്ചയിലെ ഒരു ദിവസം തിങ്കളാഴ്ച. ആഴ്ചയിലെ ഒരു ദിവസം നമ്മൾ പറയാനില്ലേ? തിങ്കളാഴ്ച എന്താ? ആഴ്ചയിലെ ഒരു ദിവസവുമാണ്. തിങ്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ. അപ്പൊ തിങ്കളിന് നമുക്ക് രണ്ടർത്ഥം പറയാം. ചന്ദ്രൻ, ആഴ്ചയിലെ ഒരു ദിവസം. അപ്പൊ നമുക്ക് നാനാർത്ഥം പറയുമെങ്കിൽ നമ്മൾ രണ്ട് വാക്കാണ് പഠിച്ചത്. അമ്പലം. അമ്പലത്തിന് നമുക്ക് ആകാശം എന്നും അർത്ഥം പറയാം, വസ്ത്രം എന്നും പറയാം. അതുപോലെ തിങ്കൾ. തിങ്കൾ നമ്മൾ ചന്ദ്രനും തിങ്കൾ എന്ന് പറയും. ആഴ്ചയിലെ ഒരു ദിവസത്തിനും നമ്മൾ തിങ്കൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്ത കണ്ടോ? ഉത്തരം എഴുതുക. നമുക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കി അതിന്റെ ഉത്തരം നമുക്ക് പറയാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. രാത്രിയുടെ അന്തിമയാമത്തെ എങ്ങനെയാണ് സമുദ്രം ഘോഷിച്ചത്? ഇല്ലേ? രാത്രി അവസാനിക്കാൻ പോകുന്നു എന്ന് സമുദ്രം ഉറക്കെ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് സമുദ്രം ഉറക്കെ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെയാ? തിരമാലകളുടെ പെരുമ്പറ മുഴുങ്ങുന്നത് പോലുള്ള ശബ്ദം കൊണ്ട് സമുദ്രം ഘോഷിച്ചത്. അപ്പൊ തിരമാലകൾ ഇങ്ങനെ ഉച്ചത്തിൽ ആഞ്ഞടിച്ചു അല്ലേ? പെരുമ്പറ മുഴങ്ങുന്നത് പോലെയുള്ള ആ ശബ്ദത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് തിരമാല എന്ത് പറഞ്ഞത്? ഉറക്കെ പറഞ്ഞത് രാത്രി അവസാനിക്കാറായി, രാത്രിയുടെ അന്തിമയാമം എത്തിയെന്ന് പറഞ്ഞത്. അപ്പൊ എന്താ നമ്മുടെ ആൻസർ? തിരമാലകളുടെ പെരുമ്പുറ മുഴങ്ങുന്നത് പോലുള്ള ശബ്ദം കൊണ്ട് സമുദ്രം ഘോഷിച്ചത്. ആ ശബ്ദം ഉപയോഗിച്ചാണ് തിരമാല ഉറക്കെ പറഞ്ഞത് രാത്രി അവസാനിക്കാൻ പോകുന്നു എന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? കോഴികൾ എങ്ങനെ കൂകി എന്നാണ് കവി പറയുന്നത്. എങ്ങനെയാണ് കോഴികളെ കൂകിയത്? പറഞ്ഞ ടീച്ചർ എങ്ങനെയായിരുന്നു? ഇങ്ങനെ രാത്രിയുടെ പോക്ക് എത്രത്തോളമായി എന്ന് പാർത്തറിയുന്നത് പോലെ കോഴികൾ തലപൊക്കി ഉച്ചത്തിൽ കൂകി അല്ലേ? അപ്പൊ രാത്രി എത്രത്തോളം പോയി കഴിഞ്ഞു എന്ന് അല്ലേ പാർത്തറിയുന്നത് പോലെ, രാത്രിയുടെ പോക്ക് എത്രത്തോളമായി എന്ന് പാർത്തറിയുന്നത് പോലെ കോഴികൾ തലപൊക്കി ഉച്ചത്തിൽ കൂകി. അപ്പൊ കോഴികൾ എങ്ങനെ കൂകി എന്നാണ് കവി പറയുന്നത്. നമുക്ക് എന്തുത്തരം എഴുതാം? രാത്രിയുടെ പോക്ക് എത്രത്തോളമായി എന്ന് പാർത്തറിയുന്നത് പോലെ കോഴികൾ തലപൊക്കി ഉച്ചത്തിൽ കൂകി. ഇനി അടുത്ത കണ്ടോ? ഉഷസ് എന്താണ് ചെയ്തത്? ഉഷസ് എന്താ ചെയ്തത്? എന്തായാലും നമ്മൾ നേരത്തെ ഇല്ലേ നമ്മൾ കവിത പഠിച്ചപ്പോ പഠിച്ചു. ഉഷസ് എന്ത് ചെയ്തു? ശുക്രനാകുന്ന കൈവിളക്കും ഏന്തിയെത്തി ഇല്ലേ? അത് നമുക്ക് എങ്ങനെ പറയാം? പെട്ടെന്ന് എഴുന്നേറ്റ് ശുക്രനാകുന്ന കൈവിളക്ക് ഏന്തിയെത്തി ഇല്ലേ? എന്താണ് ഉഷസ് എന്ത് ചെയ്തു? നമുക്ക് ഉഷസ് എന്താണ് ചെയ്തത്? നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? പെട്ടെന്ന് എഴുന്നേറ്റ് ശുക്രനാകുന്ന കൈവിളക്ക് ഏന്തിയെത്തി ഇല്ലേ? ശുക്രനാകുന്ന സൂര്യനെ കൊണ്ട് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. പൂവിൻ മണവുമായി വീശി തെന്നൽ ഏതുപോലെ അല്ലേ? ഏതുപോലെ? പൂവിന്റെ മണവും കൊണ്ട് നമ്മുടെ കാറ്റ് വന്നു. ഏതുപോലെയാണ്? പ്രപഞ്ചമാളിക തൂത്തുവാരി മുൻവശത്ത് കുങ്കുമലേപം ആചരിച്ചു നിൽക്കുന്ന വേലക്കാരിയുടെ നിശ്വാസവായു പോലെ പൂവിൻ മണവുമായി വീശി. നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരി ക്ഷീണിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിശ്വാസം അല്ലേ? നമ്മളൊരു ശ്വാസം വിടും. അപ്പൊ അതുപോലെ ആ മുറ്റമൊക്കെ അടിച്ചു വാരി നിൽക്കുന്ന ഒരു വേലക്കാരിയുടെ നിശ്വാസവായു പോലെയാണ് നമ്മുടെ കാറ്റ്, പൂവിന്റെ തെന്നൽ അല്ലേ? ആ ഒരു ഇളം തെന്നലൊക്കെ ആയിട്ട് ഇങ്ങനെ കാറ്റ് എത്തുന്നത്. അപ്പൊ എന്തെല്ലാം? പ്രപഞ്ചമാളിക തൂത്തുവാരി മുൻവശത്ത് കുങ്കുമലേപം ആചരിച്ചു നിൽക്കുന്ന വേലക്കാരിയുടെ നിശ്വാസവായു പോലെ പൂവിൻ മണവുമായി വീശി തെന്നൽ. ആ ഇളം കാറ്റ് വന്നെത്തി. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ആ വേലക്കാരി എന്തെല്ലാമാണ് പ്രപഞ്ചമാളികയിൽ ചെയ്തത്? നമ്മൾ പഠിച്ചു ഇല്ലേ? ഒരു വേലക്കാരി നിന്ന് തലേന്ന് നമ്മുടെ ആകാശത്ത് വീണ പൂക്കളൊക്കെ വാരി മാറ്റിയെന്നാണ് പറഞ്ഞല്ലേ? അതായത് നക്ഷത്രങ്ങളാകുന്ന പൂക്കളെ അടിച്ചു വാരി അവിടെ കുങ്കുമലേപം തളിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ ഉത്തരം എഴുതാം? ആ വേലക്കാരി എന്തെല്ലാമാണ് പ്രപഞ്ചമാളികയിൽ ചെയ്തത്? നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം?
ഇന്നലെ രാത്രി ഉപയോഗിച്ച പൂക്കൾ അടിച്ചുവാരി കസ്തൂരി ചാറാക്കി വാർത്തിങ്കളാകുന്ന തൂവലിക്കിണ്ണം ദൂരെ മാറ്റി. ഇല്ലേ, നമ്മൾ പറഞ്ഞു രാത്രിയുള്ള ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം തൂത്തുവാരി മാറ്റി. എന്നിട്ട് എന്താണ്, കസ്തൂരി ചാറാക്കി വാർത്തിങ്കളാകുന്ന തൂവലിക്കിണ്ണം ദൂരെ മാറ്റി. ഇല്ലേ, ഇന്നലെ ആ ചന്ദ്രന്റെ നിലാവ് അതിനെയും ദൂരെ മാറ്റി. വെൺകുളിരാകുന്ന നീരുകൊണ്ട് തളിച്ച് മുൻവശത്ത് കുങ്കുമലേപം ചാർത്തി ആചരിച്ചു. അതായത് ആ സൂര്യന്റെ കിരണങ്ങൾ എല്ലായിടവും പ്രകാശിച്ചു. അപ്പോൾ പ്രപഞ്ചമാളികയുടെ മേൽത്തട്ടും കീഴ്ത്തട്ടും നിർമ്മലമായി വിളങ്ങി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ആ വേലക്കാരി നമ്മുടെ പ്രപഞ്ചമാളികയിൽ ചെയ്തത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉത്തരം എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, രാത്രിയുടെ അന്തിമയാമത്തെ എങ്ങനെയാണ് സമുദ്രം ഘോഷിച്ചത്? എങ്ങനെയായിരുന്നു? തിരമാലകളുടെ പെരുമ്പുറ മുഴങ്ങുന്നത് പോലുള്ള ശബ്ദം കൊണ്ട് സമുദ്രം ഘോഷിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോഴികൾ എങ്ങനെ കൂകി എന്നാണ് കവി പറയുന്നത്? എങ്ങനെയാ കൂകിയത്? രാത്രിയുടെ പോക്ക് എത്രത്തോളമായി എന്ന് പാർത്തറിയുന്നത് പോലെ കോഴികൾ തലപൊക്കി ഉച്ചത്തിൽ കൂകി. അടുത്ത ക്വസ്റ്റ്യൻ, ഉഷസ് എന്താണ് ചെയ്തത്? എന്താ ഉഷസ് ചെയ്തത്? പെട്ടെന്ന് എഴുന്നേറ്റ് ശുക്രനാകുന്ന കൈവിളക്ക് ഏന്തിയെത്തി. അടുത്ത ക്വസ്റ്റ്യൻ, പൂവിൻ മണവുമായി വീശി തെന്നൽ ഏതുപോലെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്തെഴുതാം? അല്ലെ, പ്രപഞ്ചമാളിക തൂത്തുവാരി മുൻവശത്ത് കുങ്കുമലേപം ആചരിച്ചു നിൽക്കുന്ന വേലക്കാരിയുടെ നിശ്വാസവായു പോലെ പൂവിൻ മണവുമായി വീശി തെന്നൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആ വേലക്കാരി എന്തെല്ലാമാണ് പ്രപഞ്ചമാളികയിൽ ചെയ്തത്? എന്തൊക്കെയാണ് പ്രപഞ്ചമാളികയിൽ ചെയ്തത്? പറഞ്ഞേ. ഇന്നലെ രാത്രി ഉപയോഗിച്ച പൂക്കൾ അടിച്ചുവാരി കസ്തൂരി ചാറാക്കി വാർത്തിങ്കളാകുന്ന തൂവലിക്കിണ്ണവും ദൂരെ മാറ്റി വെൺകുളിരാകുന്ന നീരുകൊണ്ട് തളിച്ച് മുൻവശത്ത് കുങ്കുമലേപം ചാർത്തി ആചരിച്ചു. അപ്പോൾ പ്രപഞ്ചമാളികയുടെ കീഴ്ത്തട്ടും മേൽത്തട്ടും നിർമ്മലമായി വിളങ്ങി. ഇനി കണ്ടോ, വിശദീകരിക്കുക. പ്രഭാത ഗീതമായി കവി വർണ്ണിക്കുന്നത് എന്തെന്ന് 5 വാക്യത്തിൽ നമ്മൾ എഴുതണം. അല്ലെ, എന്തൊക്കെ എഴുതാം നമുക്ക്? പ്രഭാത ഗീതമായി കവി ഇവിടെ എന്തൊക്കെയാ വർണ്ണിക്കുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞു, തിരമാലകളുടെ ശബ്ദത്തെ കവി പറയുന്നുണ്ട്. അല്ലെ, കോഴികളുടെ ആ ഒരു പൂകലിനെ പറയുന്നു. അപ്പൊ നമുക്കത് എങ്ങനെയുണ്ട് ഉത്തരം എഴുതാം? ആർത്തിരമ്പുന്ന സമുദ്രം, അതിനെ നമ്മുടെ പ്രഭാത ഗീതത്തിൽ വർണ്ണിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആർത്തിരമ്പുന്ന സമുദ്രം. പൂങ്കോഴിയുടെ പ്രഭാതത്തെ വിളിച്ചറിയിക്കുന്ന പൂവൽ. അല്ലെ, കോഴി കൂവി പറയുന്നു നേരം വെളുക്കാറായി. വെളുപ്പിനുള്ള ശുക്രനക്ഷത്രത്തിന്റെ ഉദയം, അതായത് നമ്മുടെ സൂര്യന്റെ ഉദയം, അത് പറയുന്നുണ്ട്. വെളുക്കുമ്പോഴേക്കും രാത്രിയിൽ പ്രശോഭിച്ചു വരുന്ന നക്ഷത്രങ്ങളുടെ മങ്ങൽ, അതായത് നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? നക്ഷത്രങ്ങളെല്ലാം മറഞ്ഞില്ലാതാവുന്നു. അപ്പൊ ആ ഒരു കാര്യം. ചന്ദ്രന്റെ അസ്തമയം, അല്ലെ, സൂര്യോദയത്തിന് മുമ്പുള്ള അരുണശോഭ, ഇവയെല്ലാമാണ് പ്രഭാത ഗീതമായി വർണ്ണിക്കുന്നത്. അതായത് ചന്ദ്രന്റെ അസ്തമയം, നേരം വെളുക്കാറാകുമ്പോഴത്തേക്ക് ചന്ദ്രൻ പറയുന്നു, പിന്നെ സൂര്യൻ ഉദിക്കുന്നു. സൂര്യന്റെ ഉദയത്തിന് മുമ്പുള്ള അരുണശോഭ, അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഉദിക്കുന്ന മുമ്പുള്ള ആ ഒരു ചുമന്നല്ലേ ആ ഒരു എന്താണ് ആ ഒരു കിരണങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്, അതെല്ലാം ആണ് നമ്മുടെ ഇവിടെ എന്താ പ്രഭാത ഗീതമായി വർണ്ണിക്കുന്നത്. ഇതൊക്കെയാ ആർത്തിരമ്പുന്ന സമുദ്രം, പൂങ്കോഴിയുടെ പ്രഭാതത്തെ വിളിച്ചറിയിക്കുന്ന പൂവൽ, വെളുപ്പിനുള്ള ശുക്രനക്ഷത്രത്തിന്റെ ഉദയം, വെളുക്കുമ്പോഴേക്കും രാത്രിയിൽ പ്രശോഭിച്ചിരുന്ന നക്ഷത്രങ്ങളുടെ ആ ഒരു മങ്ങൽ, ചന്ദ്രന്റെ അസ്തമയം, സൂര്യോദയത്തിന് മുമ്പുള്ള അരുണശോഭ, ഇവയെല്ലാമാണ് പ്രഭാത ഗീതമായി ഇവിടെ വർണ്ണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ. എന്തൊക്കെ പഠിച്ചു? പകരപദം പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, പര്യായപദം ചേരുംപടി ചേർത്തെഴുതുക, എതിർലിംഗം, നാനാർത്ഥം എഴുതുക, ഉത്തരം എഴുതുക, വിശദീകരിക്കുക. അപ്പൊ അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയാമോ? ഇതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കും. നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കുക. ആ നോട്ട്സ് നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതുക, ടീച്ചറിന് സെൻഡ് ചെയ്ത് തരിക. നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന വീഡിയോ വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത. എന്നിട്ട് എന്തോ ചെയ്യണം? നമ്മുടെ ഈ പ്രഭാത ഗീതം കണ്ടോ, ആ ഒരു കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികൾ, ഒരു 8 വരികൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. പാടി പഠിച്ച് കാണാതെ പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതണം കറക്റ്റായിട്ട് കേട്ടോ. അപ്പം ആ പാട്ട് നിങ്ങൾ ആദ്യത്തെ 8 വരി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതോടുകൂടി നമ്മുടെ മലയാളം ചാപ്റ്റേഴ്സ് തീർന്നു. പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച? പ്രിയപ്പെട്ട പപ്പായ, പ്രഭാത ഗീതം, കൂട്ടുജീവിതം. ഈ പാഠങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് അതിൻ്റെ ഏതൊക്കെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചോ അതെല്ലാം നല്ലപോലെ എഴുതാനും ഒക്കെ പഠിച്ചു വെച്ചേക്കണം. പിന്നെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പ്രഭാത ഗീതം എന്ന് പറഞ്ഞ കവിതയിൽ ആദ്യത്തെ 8 വരികൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard
put one foot in front of the other. So far as the echo, where do we start? Good morning dear students. Okay, ഇന്ന് ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? MS Excel 2010. എന്താണ് MS Excel 2010 എന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചു. അതായത് MS Excel 2010 എന്നാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ്. അത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഡേറ്റ ഹാൻഡ്ലിങ്ങിനും അതുപോലെ തന്നെ കമ്പൈനിങ് ഡേറ്റ ഫോർ വേരിയസ് പ്രോഗ്രാംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? MS Excel 2010 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു അതിന്റെ വിൻഡോസ് നമ്മൾ പരിചയപ്പെട്ടു. ആ വിൻഡോസ് നമ്മൾ എന്ത് പറഞ്ഞു? ധാരാളം എലമെന്റ്സ് ഉണ്ട് അല്ലേ? ആ വിൻഡോസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എലമെന്റ്സ് ഒരുപാട് ഉണ്ട്. അപ്പോൾ ഓരോ എലമെന്റ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് വർക്കിംഗ് വിത്ത് എക്സൽ വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് ഒരു എക്സൽ വർക്ക്ഷീറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ അതിനകത്തുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വർക്കിംഗ് വിത്ത് എക്സൽ വർക്ക്ഷീറ്റ് ആണ് കേട്ടോ. ഓക്കെ, an Excel worksheet means a single page in Microsoft Excel application software. An Excel workbook includes one or more worksheets. Okay, an Excel worksheet means a single page in Microsoft Excel application software. അതായത് എക്സൽ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസോഫ്റ്റ് എക്സൽ ആപ്ലിക്കേഷനുള്ള ഒരു സിംഗിൾ പേജ് ആണ്. ഒരു പേജിനെയാണ് എന്ന് പറയുന്നത് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്, എക്സൽ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് എക്സൽ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആപ്ലിക്കേഷനിലുള്ള ഒരു സിംഗിൾ പേജിനെയാണ് എന്ന് പറയുന്നത് ഈ വർക്ക്ഷീറ്റ്, എക്സൽ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സൽ വർക്ക് ബുക്ക് എന്ന് വെച്ചാൽ എക്സൽ വർക്ക് ബുക്ക് ഇൻക്ലൂഡ്സ് വൺ ഓർ മോർ വർക്ക്ഷീറ്റ്. അതായത് ഒരുപാട് വർക്ക്ഷീറ്റ് ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേജിനെയാണ് എന്താ പറയുന്നത് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് അല്ലേ? വർക്ക് ബുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് പേജുകൾ ഉൾപ്പെടുന്ന ഒരു ബുക്കിനെയാണ് എന്ന് പറയാം ഈ എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. എന്താണ് എക്സൽ വർക്ക്ഷീറ്റ്, എന്താണ് എക്സൽ വർക്ക് ബുക്ക് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇൻസേർട്ടിംഗ് ഡേറ്റ ഓൺ എക്സൽ വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ, എങ്ങനെയാണ് നമ്മൾ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, select a cell where you wish to enter data, then double click to enter the data into the cell. In the cell you can enter text, numbers and formulas. അതായത് select a cell where you wish to enter data. അതായത് ഡേറ്റ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സെൽ നമ്മൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ ഡേറ്റ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സെൽ നമ്മൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കണം അല്ലേ? പിന്നീട് എന്ത് ചെയ്യണം? Then double click to enter data into the cell. അതായത് തുടർന്ന് സെല്ലിലേക്ക് എന്ത് ചെയ്യുക? ഡേറ്റ നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡേറ്റ നൽകാൻ ആഗ്രഹിക്കുന്ന എന്ത് ചെയ്യുക? ഒരു ഡേറ്റ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യം എന്ത് ചെയ്യുക? ഒരു സെൽ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നീട് എന്ത് ചെയ്യുക? Then double click to the enter data into the cell. ഈ സെല്ലിലേക്ക് നമ്മൾ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇന്നൊക്കെ in the cell you can enter the text, numbers and formulas. അപ്പോൾ സെല്ലിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ്, നമ്പറുകൾ അതുപോലെ ഫോർമുല എന്നിവ നമുക്ക് നൽകാനായിട്ട് സാധിക്കും അല്ലേ? അതിനുശേഷം അത് ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെല്ലിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ്, നമ്പറുകൾ, ഫോർമുലകളൊക്കെ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിയേ എങ്ങനെയാണ് അത് ഡേറ്റ ഓപ്പൺ ചെയ്ത് നോക്കിയേ. ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഡേറ്റ കൊടുക്കാൻ ആവശ്യമാണ് ആഗ്രഹിക്കുന്ന ഒരു സെൽ നമ്മൾ തിരഞ്ഞെടുക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സെൽ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ടു ദ എൻ്റർ ഡേറ്റ ഇൻ ദ സെൽ. ആ സെല്ലിൽ എന്ത് ചെയ്യുക? നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ഓപ്പൺ ആകും. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ്, നമ്പറുകൾ, ഫോർമുലാസ് ഒക്കെ നമുക്ക് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തേക്ക് you can press tab key to move the next column after entering data and press enter key to move the next row. You can click the arrow keys to switch to other cells for the choice. അതായത് ഡേറ്റ നൽകിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത നിരയിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ ഡേറ്റ നൽകിയതിനു ശേഷം ആ ഒരു കോളം ഫില്ല് ചെയ്ത് നമ്മൾ അടുത്ത നിരയിലേക്ക് പോകണം അല്ലേ? അടുത്ത നിരയിലേക്ക് നീങ്ങാനായിട്ട്
എന്ത് ചെയ്യാം? അടുത്ത വരിയിലേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യണം? എൻ്റർ കീ അമർത്തുക. മറ്റു സെല്ലുകളിലേക്ക് മാറ്റുന്നതിന്, ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് മാറ്റുന്നതിനോ നിങ്ങൾക്ക് ഒരു ആരോ അടയാളത്തിൽ അടയാളം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ എന്ത് ചെയ്യാം? അടയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യുക അല്ലേ? അതായത് you can click the arrow keys to switch to other cells you have the choice. നമുക്ക് മറ്റൊരു സെല്ലിലേക്കാണ് പോകേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് കീബോർഡ് ആരോ കീ കാണുമല്ലോ, ആരോ കീ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സെല്ലിലേക്ക് അത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇൻസേർട്ടിംഗ് ഡേറ്റ ടു എക്സൽ വർക്ക്ഷീറ്റ് എന്നുള്ളത് മനസ്സിലായോ? അതായത് നോക്കി, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുക? ഡേറ്റ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സെൽ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആകും. പിന്നീട് നമുക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലേ? പിന്നീട് പറഞ്ഞു അതിൽ നമുക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഡാറ്റ നൽകിയ ശേഷം അടുത്ത നിരയിലേക്ക് നമുക്ക് നീങ്ങാൻ വേണ്ടി എന്ത് ചെയ്യാം? ടാപ്പ് കീ അമർത്താം, അല്ലെങ്കിൽ എന്താണ് അടുത്ത വരിയിലേക്ക് പോകാനായിട്ട് എൻ്റർ കീ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് മറ്റു സെല്ലുകളിലേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യാം? ആരോ കീ നമുക്ക് പ്രസ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ അത്തരത്തിലൊരു ഇൻസേർട്ടിംഗ് ഡേറ്റ വർക്ക്ഷീറ്റിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പേരുകൾ, കോളംസ് ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളോട് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തൊക്കെ സേവിംഗ് ആൻഡ് എക്സൽ വർക്ക്ഷീറ്റ്. അതെന്താണ്? എങ്ങനെയാണ് നമ്മൾ ചെയ്തൊരു കാര്യം സേവ് ചെയ്തത്? സേവിംഗ് ആൻഡ് എക്സൽ വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് എക്സൽ വർക്ക്ഷീറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്തത്? നോക്കി, ടു സേവ് ആൻ എക്സൽ വർക്ക്ഷീറ്റ് ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ ബിലോ അല്ലേ? സേവ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റെപ്പ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ആക്കി ക്ലിക്ക് ദ ഫയൽ ടാബ്. ആദ്യം എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 1 ആണ്. ആദ്യം എന്ത് ചെയ്യുക? ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ടാബിൽ എന്ത് ഓപ്ഷൻ എടുക്കുക? സേവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ടൈപ്പ് എനി നെയിം ഫോർ ദ വർക്ക്ഷീറ്റ് ഇൻ ഫയൽ നെയിം അല്ലേ? നമ്മൾ സേവ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ സേവ് ഏത് ഫയൽ സേവ് ചെയ്യുമ്പോൾ ഓരോ ഫയലിന്റെ പേര് കൊടുക്കും. നമുക്ക് പിന്നീട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താണ് പേര് പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ എന്താ അതിന്റെ ഫയൽ നെയിം കൊടുക്കും. ഒരു നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേര് അവിടെ കൊടുക്കുക. പിന്നീട് നോക്കി, ചൂസ് ദ ലൊക്കേഷൻ വേർ ദ ഡോക്യുമെന്റ് നീഡ്സ് ടു ബി സേവ്ഡ്. പിന്നെ എന്ത് ചെയ്യുക? ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ചൂസ് ദ ലൊക്കേഷൻ വേർ ദ ഡോക്യുമെന്റ് നീഡ്സ് ടു ബി സേവ്ഡ്. നെക്സ്റ്റ് എന്ത് ചെയ്യാം? എന്നിട്ട് എന്ത് ചെയ്യാം? സേവ് ബട്ടൺ കൊടുക്കുക. ക്ലിക്ക് ദ സേവ് ബട്ടൺ. അപ്പൊ എന്ത് ചെയ്യും? ആ ഫയൽ അവിടെ സേവ് ആകും. സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു എല്ലാവരും. ക്ലിക്ക് ദ ഫയൽ ടാബ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഫയൽ ടാബിൽ നിന്ന് സേവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഫയൽ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്തെടുക്കുക? സേവ് കൊടുക്കുക അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സൽ വർക്ക്ഷീറ്റ് സേവ് ചെയ്തത്. അടുത്തൊക്കെ സേവിംഗ് ആൻഡ് MS എക്സൽ വർക്ക്ഷീറ്റ് യൂസിങ് സേവ് ആസ് ഓപ്ഷൻ. എങ്ങനെയാണ് MS എക്സൽ വർക്ക്ഷീറ്റിൽ നമ്മൾ സേവ് ചെയ്യുന്നത് അല്ലേ? യൂസിങ് സേവ് ആസ് എന്ന ഓപ്ഷൻ നമ്മൾ എങ്ങനെയാണത് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചത് എക്സൽ വർക്ക്ഷീറ്റ് ആണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് എന്താണ്? MS എക്സൽ വർക്ക്ഷീറ്റിൽ എങ്ങനെയാണ് സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ഫയൽ ടാബിൽ എന്ത് ചെയ്യുക? സേവ് ആസ്. മറ്റേതെന്തായാലും സേവ് എന്നായിരുന്നു അല്ലേ? ഇതിന് കൊടുക്കുക MS എക്സൽ ആകുമ്പോൾ എന്ത് ചെയ്യാം? സേവ് ആസ് എന്ന് കൊടുക്കുക. അതിൽ എന്ത് ചെയ്യാം? ടൈപ്പ് ന്യൂ. എന്നിട്ട് അത് ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യാം? ഫയൽ നെയിം എൻ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? rename the file and choose the location where the document needs to be saved. നമുക്ക് ഫയൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് മനസ്സിലായോ? ഫസ്റ്റ് വൺ എന്താണ്? ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുക. ഫയൽ ടാബിൽ എന്ത് ചെയ്യുക? സേവ് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സേവ് ആസിൽ നിന്ന് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യുക? ഫയൽ നെയിം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഫയൽ നെയിം ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ rename the file and choose the locations where the document needs to be served അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? അത് ആ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സേവ് എന്നുള്ള ബട്ടൺ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് MS എക്സൽ വർക്ക്ഷീറ്റിൽ ഫയൽ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ നോക്കി രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത നോക്കി എക്സൽ വർക്ക്ഷീറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എക്സൽ വർക്ക്ഷീറ്റ് ആണ്. എക്സൽ വർക്ക്ഷീറ്റിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എക്സൽ വർക്ക്ഷീറ്റ്. അപ്പൊ നോക്കി എക്സൽ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കിയേ? ബൈ ഡിഫോൾട്ട് 3 വർക്ക്ഷീറ്റ് വിൽ ബി ഓപ്പൺ വിത്ത് എക്സൽ വർക്ക് ബുക്ക് അല്ലേ? അതായത് എക്സൽ വർക്ക്ഷീറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? 3 വർക്ക് ബുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൻലി ഏതൊക്കെയാണ്? ഷീറ്റ് 1,
ഷീറ്റ് 2, ഷീറ്റ് 3 കേട്ടോ. നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് 3 ബുക്കോടെ കാണാൻ സാധിക്കും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഇങ്ങനെ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. It can be added, raised and renamed. These sheets are located at the bottom of each workbook as shown. അതായത് ഈ ഷീറ്റുകൾ, അതായത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ പറയുന്നത് ഈ ഷീറ്റുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കി. നമുക്ക് can be added അല്ലേ, നമുക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അതിൽ നിന്ന് നീക്കാനുണ്ടെങ്കിൽ അല്ലേ, എറേസ് ചെയ്യാന്ന് വെച്ചാൽ അത് മാറ്റാനായിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് മാറ്റാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊരു റീനെയിം അതായത് പുതിയ പേര് മാറ്റി നൽകാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. These sheets are located at the bottom of the workbook as shown. അല്ലേ, വർക്ക്ബുക്കിന്റെ ഏറ്റവും താഴെ ബോട്ടം ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു 3 ഷീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് യൂസേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് These sheets can be added അല്ലേ, അല്ലെങ്കിൽ erased അല്ലെങ്കിൽ renamed അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊക്കെ ഓപ്പണിംഗ് എ ബ്ലാങ്ക് വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ, ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഒരു എന്താണ് ഇങ്ങനെ കുളമില്ലാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കി, ചൂസ് ദ ഫയൽ ടാബ്. എന്ത് ചെയ്യാം, ഫയൽ ടാബ് സെലക്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, വിൻഡോസിൽ പോയിട്ട് അതിന്റെ സെലക്ട് ചെയ്യാം, ഫയൽ ടാബ് സെലക്ട് ചെയ്യാം. ഫയൽ ടാബിൽ നിന്ന് എന്താണ് സെലക്ട് ചെയ്തത്, സേവ് അല്ലല്ലോ, സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. ഫയൽ ടാബ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്താ വേണ്ടത്, ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ എന്ത് ചെയ്യാം, ന്യൂ കമാൻഡ് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, അവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ന്യൂവിൽ എന്ത് ചെയ്യാം, ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ആൻഡ് സെലക്ട് ക്രിയേറ്റ്, ബ്ലാങ്ക് വർക്ക്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ക്രിയേറ്റ് എന്ന് വരും അല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് കട്ട് രീതിയിൽ നമുക്കത് എടുക്കാം. എങ്ങനെയാണ് നോക്കിയാൽ, യു ക്യാൻ ഓൾസോ ദ ഷോർട്ട് കട്ട് കീസ് ഏതാണ്, കൺട്രോൾ കീ+N അതാണ് എന്താണ് പുതിയ ബ്ലാങ്ക് വർക്ക്ഷീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, കൺട്രോൾ കീയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ N കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള വർക്ക്ഷീറ്റ് നമുക്ക് കിട്ടും. അത് ഷോർട്ട് കട്ട് കീസ് ആണ് എന്ന് പറയുന്നത്. കൺട്രോൾ കീ+N എന്ന് പറയുന്നത് എന്താണ്, ബ്ലാങ്ക് വർക്ക്ഷീറ്റ് എടുക്കുന്നതിനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് എന്ന് പറയുന്നത് കൺട്രോൾ കീ+N എന്ന് പറയുന്നത്. ഇപ്പൊ കൺട്രോൾ കീ+N ടു ഓപ്പൺ എ ന്യൂ ബ്ലാങ്ക് വർക്ക്ഷീറ്റ്. ഇപ്പൊ എങ്ങനെയാണ് ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞോ, എങ്ങനെയാണ്, ആദ്യം ഫയൽ ടാബ് എടുക്കുക, ഫയൽ ടാബിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ന്യൂ എന്ന ഓപ്ഷൻ എന്താണ്, വർക്ക്ബുക്ക് അല്ലേ, ബ്ലാങ്ക് വർക്ക്ബുക്ക് ആൻഡ് ക്രിയേറ്റഡ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക അല്ലേ. അത് നമ്മൾ ഷോർട്ട് കട്ട് രീതി പറയുന്നത് കൺട്രോൾ കീ+N എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത നോക്കി, ഇൻസേർട്ട് എ വർക്ക്ഷീറ്റ്. എന്താണ്, നമ്മൾ കാര്യങ്ങൾ വർക്ക്ഷീറ്റിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു വർക്ക്ഷീറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ടു ഇൻസേർട്ട് എ വർക്ക്ഷീറ്റ്, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ഐക്കൺ located at the left button of the Excel window അല്ലേ. അതായത് എക്സൽ വിൻഡോയ്ക്കകത്ത് അല്ലേ, ആ വിൻഡോയിൽ നമുക്ക് എന്താണ് ലെഫ്റ്റ് ബട്ടൺ, അതായത് റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഇൻസേർട്ട് വർക്ക്ഷീറ്റ് ഐക്കൺ ലൊക്കേറ്റഡ് അറ്റ് ദ, അതായത് ഇൻസേർട്ട് വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ലൊക്കേറ്റ് സ്ഥിതി ചെയ്യുന്നതാണ്. അതായത് അതിന്റെ വിൻഡോസിലെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ആ ബട്ടൺ നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ എക്സൽ വിൻഡോ അല്ലേ. എക്സൽ വിൻഡോയുടെ ലെഫ്റ്റ് ബട്ടൺ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ കഴിയും, ഇൻസേർട്ട് വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യു ക്യാൻ ഓൾസോ യൂസ് ദ ഷോർട്ട് കട്ട് കീ. അതിനൊരു ഷോർട്ട് കട്ട് കീ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് നോക്കിയേ, Shift+F11 ഏതാണ്, Shift+F11 ടു ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. അതായത് ന്യൂ വർക്ക്ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് കീ പ്ലസ് എന്താണ് F11 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊക്കെ ഡിലീറ്റ് എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കി, ടു ഡിലീറ്റ് ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ് ടു ബി ഡിലീറ്റഡ് ആൻഡ് ചൂസ് ഡിലീറ്റ് ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് അല്ലേ ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ്. അതെന്ത് ചെയ്യാം, നമ്മൾ വർക്ക്ഷീറ്റിന്റെ നെയിം കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ് ടു ബി ഡിലീറ്റഡ് ആൻഡ് ചൂസ് ദ ഡിലീറ്റ്. അപ്പം എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഡിലീറ്റ് ചെയ്യുക.
അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക്ഷീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊക്കെ റീനെയിം. നമുക്ക് അതിനൊരു എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് മാറ്റി വേറൊരു നെയിം നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കിയേ. ടു റീനെയിം ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക്. ആദ്യം എന്ത് ചെയ്യാം? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ്. ആ വർക്ക്ഷീറ്റിന്റെ നെയിമിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുക? ആ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? ടു ബി ഡിലീറ്റ്, ടു ബി റീനെയിംഡ് ദ ചൂസ് ദ റീനെയിം. ഇല്ലേ, നമ്മൾ എന്താണ് ആ നെയിം നമ്മളിപ്പോൾ ഒരു ഫയൽ നെയിം അവിടെ എഴുതിയിട്ടാണ്. അവിടെ നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എഴുതിയിരുന്ന ആ പേരുകൾ അവിടെ മായും. ഇല്ലേ, ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? മാഞ്ഞു പോകും. ഇല്ലേ, എന്നിട്ട് എന്ത് ചെയ്യാം? പുതിയ പേരവിടെ എൻ്റർ ചെയ്യാം. അല്ലേ, പുതിയൊരു പേരവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യാം? then type your desired name for the worksheet and press enter key. എന്നിട്ട് എന്ത് ചെയ്യാം? എൻ്റർ കീ കൊടുത്തിട്ട് പേര് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. അടുത്ത മൂവ് വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റ് മൂവ് ചെയ്യുന്നത് നോക്കിയേ. നെക്സ്റ്റ് മൂവ് വർക്ക്ഷീറ്റ്. അല്ലേ, എങ്ങനെയാണ് വർക്ക്ഷീറ്റ് മൂവ് ചെയ്യുന്നത്? ടു മൂവ് ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ് ടു ബി മൂവ്ഡ് ആൻഡ് ചൂസ് മൂവ് ഓർ കോപ്പി. അതായത് ടു മൂവ് ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ്. അതായത് വർക്ക്ഷീറ്റിന്റെ നെയിമിന്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ടു ബി മൂവ്ഡ് ആൻഡ് ചൂസ് മൂവ് ഓർ കോപ്പി. അപ്പം എന്ത് ചെയ്യുക? മൂവ് അല്ലെങ്കിൽ എന്താ കോപ്പി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്? അത് മൂവ് ആയിക്കോളൂ. അല്ലേ, അടുത്തൊക്കെ ഹൈഡ് എ വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റ് ഹൈഡ് ചെയ്യുക? ഹൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഒളിപ്പിച്ച് വെക്കുക, മറച്ചു വെക്കുക എന്ന് പറയാം. ഓക്കെ, ടു ഹൈഡ് എ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ് ആൻഡ് ചൂസ് ഹൈഡ്. അല്ലേ, എന്ത് ചെയ്യുക? ആ നെയിം റൈറ്റ് ക്ലിക്ക് അതിന്റെ റൈറ്റ് ഭാഗത്തായിട്ട് നെയിം അതിന്റെ ആ ഫയലിന്റെ നെയിമിന്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം? ഹൈഡ് എന്നുള്ള ഓപ്ഷൻ. അല്ലേ, നമുക്ക് ഹൈഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാം? ഹൈഡ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ടു ഹൈഡ് ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ് ആൻഡ് ചൂസ് ഹൈഡ്. ഹൈഡ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്താകും? അത് ഹൈഡ് ആകും. അടുത്ത നമുക്ക് ഹൈഡ് മാറ്റണം. ഹൈഡായി കിടക്കുവാണ്, അൺഹൈഡ് ആക്കണം. അപ്പം എന്ത് ചെയ്യുക? ടു അൺഹൈഡ് ദ വർക്ക്ഷീറ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദ നെയിം ഓഫ് ദ വർക്ക്ഷീറ്റ് ആൻഡ് ചൂസ് അൺഹൈഡ്. അല്ലേ, അൺഹൈഡ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തേ? പ്രസ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? അത് ഹൈഡ് എന്നുള്ള ഓപ്ഷൻ മാറും. അല്ലേ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ അത് ആ ഫയൽ മാറും. അടുത്തൊക്കെ ക്ലോസിംഗ് എ MS Excel വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് MS Excel വർക്ക്ഷീറ്റ് നമ്മളതൊക്കെ ചെയ്ത് എങ്ങനെയാണ് ക്ലോസ് ചെയ്തത്? ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അല്ലേ, ഇത് അതുപോലെ എങ്ങനെയാണ് ക്ലോസ് ചെയ്ത് നോക്കി. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫയൽ ടാബിൽ പോവുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്താണ്? ഗോ ടു ഫയൽ ടാബ്. ഫയൽ ടാബിൽ പോയിട്ട് എന്ത് ചെയ്യാം? ക്ലിക്ക് ക്ലോസ് കമാൻഡ്. അല്ലേ, അതെന്ത് ചെയ്യാം? സേവ് ആണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, ഓപ്പൺ ആണോ? അല്ല, എന്താ ക്ലോസ് ചെയ്യാം. ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഫയൽ ടാബിൽ പോയിട്ട് ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യു ക്യാൻ ഓൾസോ ഷോർട്ട് കട്ട് കീ. അല്ലേ, ഷോർട്ട് കട്ട് കീയിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കൺട്രോൾ കീ പ്ലസ് എന്താണ് W എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കീബോർഡിലെ കൺട്രോൾ കീയുടെ കൂടെ എന്ത് ചെയ്യാം? ആ ക്യാപിറ്റൽ W കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ടു ക്ലോസ് എ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. MS Excel can open multiple workbook at once. The close button just close the current workbook and leaves all other workbook open. Okay, closing an Excel file. അതിന്റെ Excel ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ പിക്ചർ, അതായത് ഒരുപാട് ഫയലുകളുണ്ട് കേട്ടോ. ഒരുപാട് ഫയലുകൾ അതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടോ. ഇങ്ങനെ ആയിരിക്കും അത് ക്ലോസ് ചെയ്യുമ്പോൾ അതിന്റെ പിക്ചർ കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് വർക്കാണ്. ടെക്സ്റ്റ് വർക്കിലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇപ്പം ആൻസർ ബോർഡിൽ എഴുതി തരാം കേട്ടോ. അതിനുശേഷം ട്രൂ ഓഫ് വാട്സും മാച്ച് ദ ഫോളോയിങ് ക്ലാസ്സിൽ പറയും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ വീഡിയോയുടെ കൂടെ തരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് എല്ലാവരും. ഡേറ്റ സ്റ്റോർഡ് ഇൻ Excel 2010 are saved with an extension. അല്ലേ, അതിന്റെ എക്സ്റ്റൻഷൻ ഫോം. അതായത് നമ്മൾ 2010 എക്സ്റ്റൻഷൻ ഫോം ഉണ്ട് നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? XLX. അല്ലേ, ഇതായിരുന്നു എക്സ്റ്റൻഷൻ ഫോം. എന്തായിരുന്നു? XLS എന്ന് പറയുന്നതാണ് അതിന്റെ 2010 ഒരു എന്താണ് എക്സ്റ്റൻഷൻ ഫോം എന്ന് പറയുന്നത്. ഏതാണ്?
എക്സൽ എക്സ് എന്ന് പറയുന്നതാണ് അതിന്റെ നമ്മൾ പഠിച്ചില്ലേ ഏതാണ് ഡേറ്റ സ്റ്റോർഡ് ഇൻ എക്സൽ 2010 സേവ്ഡ് ആസ് എ എക്സ്റ്റൻഷൻ ഫോം ഉണ്ട് അല്ലേ അതിന്റെ എക്സ്റ്റൻഷൻ ഫോം ആണ് എക്സ്എൽ എസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക ഒന്നാമത് തന്നെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് തന്നെ അങ്ങ് എഴുതുക കേട്ടോ. ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുക പിന്നീട് നോട്ട്ബുക്കിലോട്ട് എഴുതി എടുത്താൽ മതി കേട്ടോ. ഡാഷ് അടുത്ത നോക്കിയേ ഡാഷ് indicates that the cell is a editing mode അല്ലേ സെൽ എഡിറ്റിംഗ് മോഡിലാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യണം എഡിറ്റ് മോഡ് indicates that the cell is editing mode എഡിറ്റിംഗ് മോഡിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം എഡിറ്റിംഗ് മോഡ് ഇൻഡിക്കേറ്റ് ചെയ്യണം അല്ലേ എന്താണ് എഡിറ്റിംഗ് മോഡ് edit mode indicates that the cell is editing mode. ഒരു സെല്ല് എഡിറ്റിംഗ് മോഡിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിംഗ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അടുത്തൊക്കെ ഡാഷ് gives a preview of where page break when they are printed. അതായത് നമുക്ക് എന്താണ് ഒരു പേജ് നമുക്ക് പറഞ്ഞ ബ്രേക്ക് ചെയ്യാൻ അല്ലേ അത് നമുക്ക് മുറിക്കാൻ അല്ലേ അല്ലെങ്കിൽ എന്താണ് പ്രിന്റ് എടുക്കാനൊക്കെ നമ്മൾ എന്താ ചെയ്യുക പേജ് ബ്രേക്ക് വ്യൂ എന്താണ് പേജ് ബ്രേക്ക് വ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് പേജ് ബ്രേക്ക് വ്യൂ പേജ് ബ്രേക്ക് വ്യൂ Dash shows the name of the programs and worksheet. ഏതാണ് Dash shows the names of the programs and worksheet കാണിക്കുന്നത് ഏതാണ് ടൈറ്റിൽ ബാർ എന്താണ് ടൈറ്റിൽ ബാർ ആണ് അതിന്റെ പേര് കാണിക്കുന്നത് ടൈറ്റിൽ ബാർ അതാണ് ആൻസർ എന്താണ് ടൈറ്റിൽ ബാർ ഓക്കേ അടുത്ത ലാസ്റ്റ് നോക്കിയേ എക്സൽ വർക്ക്ഷീറ്റ് ക്യാൻ ഹാവ് മാക്സിമം അല്ലേ എത്ര എക്സൽ വർക്ക്ഷീറ്റിൽ എത്ര എക്സൽ വർക്ക്ഷീറ്റ് ക്യാൻ ഹാവ് മാക്സിമം ഓഫ് എത്ര റോ ആണ് നമ്മൾ പഠിച്ചു എക്സൽ വർക്ക്ഷീറ്റ് എത്ര റോസ് ഉണ്ടെന്ന് പഠിച്ചു അതായത് 10,48,576 റോസ് ആണ് എന്താണ് വർക്ക്ഷീറ്റിൽ ഉള്ളത് ഓക്കേ അതായത് എക്സൽ വർക്ക്ഷീറ്റിൽ എത്ര റോസ് ഉണ്ട് അതായത് 10,48,576 റോസ് ഓക്കെ ഇനി അടുത്തത് ബോർഡ് നോക്കി എല്ലാവരും എഴുതിയെടുക്കുക അടുത്ത നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണ് ഫസ്റ്റ് നോക്കി മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് യൂസ്ഡ് ടു എഡിറ്റ് എ വേർഡ് ഡോക്യുമെന്റ് മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അതായത് ഒരു വീഡിയോ അല്ല യൂസ്ഡ് ടു എഡിറ്റ് വേർഡ് ഡോക്യുമെന്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നത് അല്ല അല്ലേ നമ്മൾ ഡേറ്റ ഹാൻഡ്ലിംഗ് ആണ് പ്രധാനമായിട്ട് അപ്പോൾ എന്ത് ചെയ്യുക അവിടെ ഒന്നാമത്തെ എന്ത് കൊടുക്കുക ഫാൾസ് എന്ന് കൊടുക്കുക ഒന്നാമത്തെ എന്ത് കൊടുക്കുക ഫാൾസ് ട്രൂ ഫാൾസ് ഒന്നാമത്തേത് ഫാൾസ് എന്ന് കൊടുക്കുക എഫ് എന്ന് കൊടുക്കുക കേട്ടോ രണ്ടാമത്തെ നോക്കിയേ the maximum number of columns is an excel sheet is 16,384 ശരിയാണല്ലേ അപ്പോൾ എന്ത് ചെയ്യാം രണ്ടാമത്തെ എന്ത് കൊടുക്കുക ട്രൂ എന്ന് കൊടുക്കുക നമുക്കറിയാം ഇതിന്റെ മാക്സിമം എത്ര കോളംസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് 16,384 കോളംസ് ഓക്കെ അടുത്ത വർക്ക്ഷീറ്റ് മീൻസ് എ സിംഗിൾ പേജ് ഇൻ എ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലേ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേജ് ആണ് നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്താണ് ട്രൂ ആണ് അടുത്ത നാലാമത്തെ Quick Access Toolbar provides the most frequently used commands of the Excel. അല്ലേ അതായത് Quick Access Toolbar എന്ന് provide most frequently used commands of the Excel എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ എന്ത് ചെയ്യാം നാലെണ്ണം ട്രൂ എന്ന് കൊടുക്കുക നാലെണ്ണം ട്രൂ എന്ന് കൊടുക്കുക അടുത്ത അഞ്ചാമത്തെ
The blinking vertical bar is not called as the point of insertion. അതായത് ബ്ലിങ്കിങ് വെർട്ടിക്കൽ ബാർ എന്ന് പറയുന്നത് ഈസ് കോൾഡ് ദ പോയിന്റ് ഓഫ് ഇൻസെർഷൻ ആണ് പറയുന്നത്. ബ്ലിങ്കിങ് ബാറിനെ അല്ല. പറഞ്ഞു കൊടുക്കുക. അഞ്ചാമത് ഫോൾസ് കൊടുക്കുക. അഞ്ചാമത്തെ ആൻസർ എന്താണ്? ഫോൾസ് എന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യത്തത് അവസാനത്തത് ഫോൾസ് ആണ്, ബാക്കി മൂന്നെണ്ണം ട്രൂ ആണ്. അപ്പം അത് ടെക്സ്റ്റിലോട് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊക്കെ മാച്ച് ദ ഫോളോവിംഗ് ഉണ്ട്. അതായത് ന്യൂ വർക്ക് ബുക്കിനെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഷോർട്ട് കട്ട് കീ നമ്മൾ പഠിച്ചതാണ് Ctrl+N അല്ലേ. Ctrl+N എന്നുള്ളതാണ് ന്യൂ വർക്ക് ബുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ നേരത്തെ എന്ത് ചെയ്യുക? Ctrl+N എന്നുള്ളതിന്റെ നേരത്തെ എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആണ് Ctrl+N എന്നുള്ളതാണ് ഒന്നാമത്തെ ആൻസർ. ന്യൂ വർക്ക് ബുക്ക് ഇല്ലേ, അതിന്റെ നേരത്തെ ഏതാണ്? Ctrl+N എന്നുള്ളതാണ് അതിന്റെ ആൻസർ അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യുക? അവിടെ 1 കൊടുക്കുക കേട്ടോ. 1 അല്ലേ, 1 കൊടുക്കുക. രണ്ടാമത്തെ നോക്കിയേ, ക്ലോസ് വർക്ക്ഷീറ്റ്. എങ്ങനെയാണ് വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്യുന്നത്? ഷോർട്ട് കട്ട് കീ നമ്മൾ പഠിച്ചത് എന്താണ്? Ctrl+W എന്താണ്? Ctrl+W എന്നതാണ് അതിന്റെ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ. അപ്പൊ എന്ത് ചെയ്യാം? രണ്ടാമത്തെ നേർക്ക് Ctrl+W എന്നുള്ളത് കൊടുക്കുക. അടുത്ത മൂന്നാമത്തെ മാക്സിമം റോസ്. എത്ര റോ ആണെന്ന് നമ്മൾ പഠിച്ചു? 10,48,576 റോസ് ഉണ്ട് അല്ലേ. മൂന്നാമതിനകത്ത് 10 lakhs നടക്കുന്നില്ലേ, ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത് അത് എഴുതുക കേട്ടോ. അപ്പൊ മാക്സിമം കോളം എത്ര നമ്മൾ പഠിച്ചത്? 60,384 അല്ലേ. കോളംസ് അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാതെ 60,000 എന്നുള്ളത് കോളംസ് ആണ്. അതിന് തൊട്ട് മണി കിടക്കുന്ന റോസ് ആണ് കേട്ടോ. അടുത്ത റിബൺ. റിബൺ എന്താണ്? സെറ്റ് ഓഫ് ബട്ടൺസ് ആൻഡ് സിമ്പിൾസ്. റിബൺ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബട്ടൺസ് സിമ്പിൾസും ചേർന്നാണ് റിബൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ റിബൺ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബട്ടൺസ് ആൻഡ് സിമ്പിൾസ്. അപ്പൊ എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ബട്ടൺസ് ആൻഡ് സിമ്പിൾസ് എന്ന് നേരത്തെ കൊടുക്കുക 5 എന്ന് കൊടുക്കുക. അപ്പൊ അത് മാച്ച് ചെയ്യാനായിട്ട് പഠിച്ചല്ലോ. അപ്പൊ ആ മാച്ച് ചെയ്യാനുള്ളതൊക്കെ ടെക്സ്റ്റിൽ ചെയ്യാം. എന്നിട്ടൊന്ന് നോക്കി വെക്കാം എക്സാമിന് കേട്ടോ. ഞാൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ടീച്ചർ ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് തരാനുള്ളൂ. അത് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ അയക്കും കേട്ടോ. അപ്പോൾ നോട്ട്സ് കൂടെ എഴുതിയെടുക്കുക. അപ്പം അത്രയും നല്ലത് നന്നായിട്ട് പഠിക്കാം. 2 ചാപ്റ്ററാണ് എക്സാം. ഏതൊക്കെയാണ്? 5ഉം 6ഉം. ഓക്കെ താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front of the other. So far as the echo, where do we